ഹായ് കൂട്ടുകാരെ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. പേജ് നമ്പർ 21 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ തേർഡ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദ എയ്ത്ത് ടേം ഈസ് 35. വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം? വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം? ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉം ആണ്. ശ്രേണിയിലെ 13ാം പദം എന്താണ്? ശ്രേണിയിലെ 23 പദം ഏതാണ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമത്തെ ടേമും തന്നിട്ടുണ്ട്, നമുക്ക് എട്ടാമത്തെ ടേമും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? 13ാമത്തെ ടേമും 23ാമത്തെ ടേമും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നിരിക്കുന്ന ടേംസ് അതുപോലെ തന്നെ എന്താണെന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ മാറ്റി എഴുതുന്നു. ഓക്കെ, സോ തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? x3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, x3 ഈസ് ഈക്വൽ ടു 15 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ x8 നമുക്ക് തന്നിട്ടുണ്ട്. x8 ഈസ് ഈക്വൽ ടു 35 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അടുത്തടുത്തുള്ള ടേമുകളാണോ? അല്ല, അടുത്തടുത്തുള്ളതല്ല. മൂന്നാമത്തെയും എട്ടാമത്തെയാണ്. സോ അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കാം, മൂന്നാമത്തെ ടേമിൽ നിന്ന് എട്ടാമത്തെ ടേമിലോട്ടാവാൻ വേണ്ടിയിട്ട് എത്ര ഡി കൂട്ടണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പോയിട്ട് കേൾക്കണം കേട്ടോ, കേൾക്കാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, സോ മൂന്നാമത്തെ ടേം അതായത് x3 പ്ലസ് എത്രയോ ഡി കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x8 കിട്ടും. എത്ര ഡിയാ? 3 പ്ലസ് എത്ര കൂട്ടുമ്പോൾ 8 കിട്ടുന്നത്? 5 അല്ലേ? 3 പ്ലസ് 5 ഈക്വൽ ടു 8. ആ ഒരു ഷോർട്ട് കട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ടേമിന് പകരം എനിക്ക് എന്ത് എഴുതാം? 15 എന്ന് എഴുതാം. പ്ലസ് 5 ഇൻറ്റു ഡി നമുക്കറിയില്ല, സോ 5 ഡി തന്നെ എഴുതി. x8 എന്നുള്ളത് എത്രയാണ്? 35. അതുപോലെ തന്നെ എഴുതി. ഓക്കെ, സോ 5 ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 15 എന്ത് ചെയ്യണം? അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കി ഇവിടെ ആര് മാത്രം ഉണ്ടാവും? 5 ഡി. 5 ഡി ഈസ് ഈക്വൽ ടു 35 പ്ലസ് 15 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 15 ആയിട്ട് മാറും. സോ ബാക്കി 5 ഡി ഈസ് ഈക്വൽ ടു 35 മൈനസ് 15. 35 മൈനസ് 15 എത്രയാണ്? 20 ആണ് അല്ലേ? സോ 5 ഡി ഈസ് ഈക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ 20 ഈ ഇൻറ്റു 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് 5 ആയിട്ട് മാറും. സോ ഡി ഈസ് ഈക്വൽ ടു 20/5 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മൾ സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണോ ചോദ്യം പറഞ്ഞേക്കുന്നത്? അല്ല, പക്ഷേ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാതെ നമുക്ക് അടുത്ത ടേമുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് x13 ആണ്. x13 കിട്ടണം എന്നുണ്ടെങ്കിൽ x13 നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? x3 തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. നോക്കിക്കേ, x3 കൂടെ എത്രയോ ഡി കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x13 കിട്ടും. 3 കൂടെ എത്ര കൂട്ടുമ്പോൾ 13 കിട്ടുക? 10 അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, സോ x13 കിട്ടാൻ വേണ്ടിയിട്ട് x3 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. പ്ലസ് 10 ഡി, 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 ആണ്. ഈസ് ഈക്വൽ ടു x13 കിട്ടും. സോ ആദ്യമേ കൂട്ടിയിട്ട് 15 പ്ലസ് 10 എന്ന് എഴുതരുത് കേട്ടോ. ഓക്കെ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 15 പ്ലസ് 10 ഇൻറ്റു 4 എത്ര കിട്ടും? 40. ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? x13. സോ 40 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 55. സോ x13 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 55 എന്ന് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. നോക്കി, എക്സ് എത്ര കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? x23 ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? 23 പദമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ x23 ഇതേപോലെ തന്നെ ചെയ്തുകൂടെ? മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് 23 കിട്ടണേ? 20 ഡി ആണല്ലോ. ഇനി അല്ല, എട്ടാമത്തെ പദം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിപ്പോൾ എട്ടാമത്തെ പദം വെച്ചിട്ട് കാണിച്ചു തരാം. x8 പ്ലസ് എത്രയോ ഡി കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 23. x23 കിട്ടും അല്ലേ? x23 അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ 8ൽ നിന്ന് അല്ലെ 23 നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടണേ? അല്ലെങ്കിൽ 8നോട് കൂടെ എത്ര കൂട്ടിയാലും 23 കിട്ടണേ? 15 അല്ലേ? ഓക്കെ, സോ 15 ഡി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 എന്ന് കിട്ടും.
സോ x8 പ്ലസ് 15d ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? x23 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x8 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 35 തന്നിട്ടുണ്ട്. പ്ലസ് 15 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാ? 4 എന്ന് പറയുന്നതാണ് ഇസ് ഈക്വൽ ടു x23. ഓക്കെ ആണല്ലോ. സോ വീണ്ടും 35 പ്ലസ് 15 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 60 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. 60 ഇസ് ഈക്വൽ ടു x23 എന്ന് കിട്ടി. ഓക്കെ, സോ 60 പ്ലസ് 35 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 95 ഇസ് ഈക്വൽ ടു x23. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 23 കിട്ടി. ഇനി 3 വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇനി അല്ല, 13ാമത്തെ ടേം വെച്ചിട്ട് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. നോക്കിക്കേ, 3 വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? x3 പ്ലസ് 20d ഈസ് ഈക്വൽ ടു x23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി അല്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച 13 നമുക്കറിയാം ഇല്ലേ? 13നോട് കൂടെ 10d കൂട്ടിയാൽ 23 കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 21 and ninth term is 41. What is its first term and what is its third term? ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 21ഉം 9ാം പദം 41ഉം ആണ്. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? സമാന്തര ശ്രേണിയിലെ 3ാം പദം ഏതാണ്? ഓക്കെ, സോ ഇത് രണ്ടുമാണ് എന്ത് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ചെയ്ത അതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന സാധനത്തിനെ നമുക്ക് വേണ്ട രീതിയിലോട്ട് മാറ്റി എഴുതണം. ഓക്കെ, സോ 5ാമത്തെ ടേം അതിനെങ്ങനെ എഴുതാം? x5 എന്ന് എഴുതാം. x5 എത്ര തന്നിരിക്കുന്നത്? 21 തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ x9 എത്ര തന്നിരിക്കുന്നത്? 41 ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അടുത്തടുത്ത ടേം അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കുന്നു. 5ാമത്തെ ടേം 9ാമത്തെ ടേം ആവാൻ വേണ്ടിയിട്ട് എത്ര ഡി കൂട്ടണം? 4d കൂട്ടണം അല്ലേ? സോ ഞാൻ എഴുതുകയാണ് x5 പ്ലസ് 4d ആണ് എന്തെന്ന് പറയുന്നത്? x9 എന്ന് പറയുന്നത്. ഓക്കെ, x5 എന്ന് പറയുന്നത് എത്ര? 21 പ്ലസ് 4d അതുപോലെ തന്നെ എഴുതി. x9 എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതണം? 41 എന്ന് എഴുതണം. ഓക്കെ, സോ ഈ 4d കണ്ടുപിടിക്കാൻ വേണ്ടി 21 എന്ത് ചെയ്യണം? ആദ്യം അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. പ്ലസ് 21 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ ബാക്കി ഇവിടെ 4d ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ഉള്ള ആളാണ്, 41 മൈനസ് 21. ഓക്കെ ആണല്ലോ. സോ 4d ഈസ് ഈക്വൽ ടു 41 മൈനസ് 21 എത്ര കിട്ടും? 20 ആൻസർ കിട്ടും. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. സോ ഇൻറ്റു 4 ഡിവൈഡ് ആവും. ഡി ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 20 ഡിവൈഡഡ് ബൈ 4 5 എന്ന ആൻസർ കിട്ടി. സോ കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടേംസ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം കുറിച്ച് വെച്ചേക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് നോക്കി നോക്കിയേ. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ x1ൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും x9 വേണമെങ്കിൽ x9, അല്ലെങ്കിൽ x5 വേണമെങ്കിൽ x5 എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് x5 കിട്ടുന്നത്? 4d ആണല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് ടേം നമുക്കറിയില്ല, അത് അതുപോലെ തന്നെ എഴുതി. പ്ലസ് 4d എന്ന് പറയുന്നത് 4 ഇൻറ്റു ഡിയുടെ വാല്യൂ 5 ഈസ് ഈക്വൽ ടു x5 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ x1 പ്ലസ് 4 ഇൻറ്റു 5 എത്രയെന്ന് കിട്ടും? 20 ഈസ് ഈക്വൽ ടു 21. അങ്ങനെയാണെങ്കിൽ x1 കണ്ടുപിടിക്കാൻ സുഖമല്ലേ? 20ന് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ പോരെ. സോ x1 ഈസ് ഈക്വൽ ടു 21. ഈ പ്ലസ് 20 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 20 ആയിട്ട് മാറും. സോ x1 ഈസ് ഈക്വൽ ടു 21 മൈനസ് 20 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഒന്നാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എന്തുകൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ശ്രേണിയിലെ 3ാമത്തെ പദം, അതായത് x3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. x1ൻ്റെ കൂടെ x3 കിട്ടാൻ വേണ്ടിയിട്ട് സുഖമല്ലേ? x1ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 2d കൂട്ടിയാൽ മതി. സോ ഞാൻ എഴുതുകയാണ് x1ൻ്റെ കൂടെ 2d കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? x3 കിട്ടും. x1 എന്ന് പറയുന്നത് എത്രയാ? 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാ? 5 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ x3 കിട്ടും. സോ 1 പ്ലസ് 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു x3. സോ 1 പ്ലസ് 2 ഇൻറ്റു 5 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു x3. സോ 10 പ്ലസ് 1 എന്ന് എത്ര എന്ന് കിട്ടും? 11 എന്ന് കിട്ടും. സോ x3 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 11 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ.
ചെയ്തതെല്ലാം സെയിം സ്റ്റെപ്പാണ്, മുമ്പ് പഠിച്ച അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഇവിടെ ഒന്നും എന്ത് തന്നിട്ടില്ല, കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. കോമൺ ഡിഫറൻസ് എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന ടേംസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇത്രയും ഇത്രാമത്തെ ടേമിലോട്ട് എത്തുമ്പോൾ എത്ര ഡി കൂട്ടണം എന്നുള്ള കാര്യം എന്ത് ചെയ്യും, നോക്കും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ആ രണ്ട് ടേംസ് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ആ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏത് ടേമാണ് കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്നതെന്ന് എത്ര ഡി കൂട്ടിയാലാണ് ഏത് ടേം കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാം. ഓക്കെ ആണല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.